നമസ്കാരം. ഗോപരിപാലനം എന്നത് ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അമ്മയുടെ സ്ഥാനം കൂടി ഹിന്ദുക്കൾ ഗോക്കൾക്ക് നൽകുന്നുണ്ട്. അതിനാലാണ് ഗോമാതാവ് എന്ന് പശുക്കളെയോ പശുക്കിടാവിനെയോ വിശേഷിപ്പിക്കുന്നത്. ഗോസംരക്ഷണം ഇന്ത്യയിൽ മാത്രമാണ് എന്ന് കരുതിയാൽ തെറ്റി. അമേരിക്കൻ ജനതയ്ക്ക് ഗോസംരക്ഷണത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു ചരിത്രം പറയാനുണ്ട്. ഇന്ത്യക്കാർക്ക് മാതൃകയാക്കാവുന്ന ഒരു പശു സംരക്ഷണത്തിൻ്റെ മനോഹരമായ കഥയാണത്. 1995 നവംബർ 14 അമേരിക്കയിലെ ഹോപ്കിൻടോൺ എന്ന സ്ഥലത്താണ് ഈ സംഭവം ആരംഭിക്കുന്നത്. അറീന മാംസ സംസ്കരണശാലയിൽ തൻ്റെ മരണത്തിലേക്കുള്ള ഊഴം കാത്തു നിൽക്കുകയായിരുന്നു എമിലി എന്ന പശു. 3 വയസ്സ് മാത്രം പ്രായമുള്ള എമിലിക്ക് 730 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. മരണത്തിന് കീഴടങ്ങാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. യന്ത്രത്തിൽ ഘടിപ്പിച്ച മൂർച്ചയേറിയ വാൾ തൻ്റെ കഴുത്തിലമരാൻ വെറും 3 പശുക്കളുടെ ദൂരം മാത്രം ബാക്കി നിൽക്കെ തൊട്ടുമുന്നിൽ നീങ്ങിയവരുടെ കഴുത്തിൽ ആ വാൾ ആഴ്ന്നിറങ്ങുന്നത് എമിലി നേരിൽ കണ്ടു. അവരുടെ കഴുത്തിൽ നിന്ന് പൈപ്പിൽ നിന്നെന്ന പോലെ ചീറ്റിത്തെറിക്കുന്ന രക്തം കണ്ടപ്പോൾ എമിലി അസ്വസ്ഥയായി. രക്ഷപ്പെടാനുള്ള വഴികൾക്കായി അവൾ ശ്രമിച്ചു. മരണത്തിലേക്ക് ഇനി കേവലം 2 ആൾ മാത്രം. ഭയത്താൽ എമിലിയുടെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. അത് ധാരയായി പുറത്തേക്കൊഴുകി. അവൾ ചെറുതായൊന്ന് നിശ്വസിച്ചു. ശ്വാസമെടുത്തു. പതിയെ പുറത്തേക്ക് വിട്ടു. കൺമുന്നിൽ പിടഞ്ഞു തീർന്ന കൂട്ടുകാരുടെ ദുര്യോഗം കണ്ടപ്പോൾ എമിലിയിൽ ഒരു പ്രത്യേകതരം ഊർജം രൂപം കൊണ്ടു. അവിശ്വസനീയമായ ഒരു കുതിച്ചുചാട്ടം. ആരും പ്രതീക്ഷിക്കാത്ത ആ നിമിഷത്തിൽ കാവൽക്കാരൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് എമിലി അറവുശാലയിൽ നിന്ന് പുറത്തേക്കോടി. അവളുടെ മുന്നിൽ മാർഗതടസ്സമായി നിന്ന 5 അടി ഉയരമുള്ള സുരക്ഷാമതിൽ കാലിൽ ആവാഹിച്ചെടുത്ത സർവശക്തിയും എടുത്ത് അവൾ എടുത്തു ചാടി. സ്വന്തം ജീവനം കൊണ്ട് ലക്ഷ്യമില്ലാതെ മുന്നിൽ തെളിഞ്ഞ വഴിയിലൂടെ അവൾ ഓടി. അറവുശാലയിലെ അപാര സൈറൺ വലിയ ശബ്ദത്തിൽ മുഴങ്ങി. കാവൽക്കാരെല്ലാം ഓടിയെത്തി. അറിവിനായി കൊണ്ടുവന്ന ഒരു പശു രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത്രയും വലിയൊരു മതിൽ ഒരു പശു എടുത്തു ചാടിയത് കമ്പനി ഉടമയ്ക്കും കാവൽക്കാർക്കും വിശ്വസിക്കുവാൻ സാധിച്ചില്ല. കമ്പനിയുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെയൊരു സംഭവം ആദ്യമായിരുന്നു. എമിലിയെ തിരിഞ്ഞ് കമ്പനി തൊഴിലാളികൾ 4 പാടും ഓടാൻ തുടങ്ങി. എന്നാൽ എമിലിയെ കണ്ടെത്താനായില്ല. എമിലി കമ്പനിയിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്ത ജനങ്ങൾക്കിടയിൽ കാട്ടുതീ പോലെ പടർന്നു. കമ്പനി അധികൃതർ എമിലിയെ തിരിച്ചെത്തിക്കുവാൻ എല്ലാ വഴികളും നോക്കി. അതിനായി ഊർജിതമായ ശ്രമങ്ങൾ നടത്തി. എന്നാൽ വിശദമായ അന്വേഷണത്തിൻ്റെ 2 ദിനം പിന്നിട്ടിട്ടും എമിലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3-ാം ദിവസം തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് അവളെ കണ്ടെത്തി. ഗ്രാമവാസികൾ നൽകിയ വെള്ളവും ഭക്ഷണവും എമിലി നിരസിച്ചു. ആരോടും ഇണങ്ങുവാൻ അവൾ കൂട്ടാക്കിയില്ല. ഇണക്കാൻ ശ്രമിച്ച ഓരോരുത്തരും പരാജയപ്പെട്ട് പിൻവാങ്ങി. അടുത്തേക്ക് ചെല്ലുന്നവരിലൊക്കെ തൻ്റെ ജീവനെടുക്കുവാൻ പാകത്തിലൊരു ആയുധം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി എമിലിക്ക് തോന്നിയിട്ടുണ്ടാകാം. മനുഷ്യരുമായുള്ള സമ്പർക്കം അവൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു. രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ വീടുകളിൽ കയറി ആവശ്യത്തിന് വെള്ളം കുടിക്കും. പുൽമേടുകളിൽ രാത്രിയിലിറങ്ങി മേയും. അറവുശാലയിൽ നിന്ന് രക്ഷപ്പെട്ട എമിലി കൂടുതൽ ആക്രമകാരിയാകുമെന്നും അത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുമെന്നും കമ്പനി അധികൃതർ ബോധപൂർവം പ്രചരണം നടത്തി. ഇതേ വാദം അവർ ഭരണകൂടത്തിന് മുന്നിലും അവതരിപ്പിച്ചു. ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എമിലിയെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുവാൻ ഭരണകൂടം ഉത്തരവിറക്കി. എന്നാൽ കമ്പനിയുടെയും ഭരണകൂടത്തിൻ്റെയും പ്രതീക്ഷകളെ തകിടം മറിച്ച് ജനങ്ങൾ ഒന്നടങ്കം എമിലിയുടെ പിന്നിൽ അണിനിരന്നു. അവർ എമിലിയുടെ ജീവന് വേണ്ടി ശക്തമായി നിലകൊണ്ടു. ഒരു ഭാഗത്ത് കമ്പനി അധികൃതരും ഭരണകൂടവും, മറുഭാഗത്ത് ജനങ്ങളും എമിലിക്ക് വേണ്ടി ശക്തമായി പോരാടി. ക്രമേണ ജനങ്ങളുടെ പ്രതിഷേധത്തിന് ശക്തി കൂടിക്കൂടി വന്നു. അവർക്കൊപ്പം പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളും സസ്യാഹാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും പിന്തുണയുമായി രംഗത്ത് വന്നു. ഏതാണ്ട് 40 ദിവസത്തോളം എമിലി ആ ഗ്രാമത്തിൽ മരണത്തെപ്പോലും തോൽപ്പിച്ച് വിഹരിച്ചു. വലിയ പ്രതിഷേധത്തിൻ്റെ ഫലമായി എമിലിയെ വധിക്കുക എന്ന തീരുമാനത്തിൽ നിന്ന് ഭരണകൂടത്തിന് പിൻവാങ്ങേണ്ടി വന്നു. ഒടുവിൽ പീസ് അബേ എന്ന ക്രിസ്ത്യൻ സംഘടന എമിലിയുടെ സംരക്ഷണം ഏറ്റെടുത്തു. ഈ സംഭവങ്ങളെല്ലാം എമിലിക്ക് ഒരു അമാനുഷിക പരിവേഷം നൽകി. എമിലിയെ ഒരു നോക്കു കാണുവാനായി ഹിന്ദു വിശ്വാസികളും ടൂറിസ്റ്റുകളും അടക്കം ജനങ്ങളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ പീസ് അബേയിലേക്ക് ഉണ്ടായി. ഹിന്ദു വിശ്വാസികൾ എമിലിയെ ഒരു ദൈവിക പരിവേഷം നൽകി ആരാധിക്കുവാൻ തുടങ്ങി. അവർ എമിലിയുടെ പേരിൽ അസ്ലാൻഡ് എന്ന സ്ഥലത്ത് മനോഹരമായ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു. 2002 ഗർഭാശയ ക്യാൻസർ മൂലം എമിലി ക്ഷീണിതയായി. ചികിത്സയൊന്നും ഫലിക്കാതെ വന്നു.
ഒടുവിൽ 2003 മാർച്ച് 30 എമിലി ഈ ലോകത്തോട് വിട പറഞ്ഞു. മരണത്തിന് ഒരാഴ്ച മുൻപ് മസാച്യൂസെറ്റ്സിലെ ലക്ഷ്മി ക്ഷേത്രത്തിലെ പുരോഹിതനായ കൃഷ്ണ ഭട്ട് എമിലിയെ സന്ദർശിച്ചിരുന്നു. അന്ന് അദ്ദേഹം സ്വർണ്ണ നിറത്തിലുള്ള ഒരു നൂല് അവളുടെ കാലിന് ചുറ്റും മറ്റൊന്ന് അറബുശാലയിലെ ടാഗ് ചെയ്തത് മൂലം ചെവിയിലുണ്ടായ ദ്വാരത്തിലും അണിയിച്ചു. അമേരിക്കൻ പൗരന്മാരായ 2 പേർ ചേർന്ന് എമിലിയുടെ ശില്പം നിർമ്മിക്കുവാൻ ഒരു ശില്പിയെ ചുമതലപ്പെടുത്തി. ആ വെങ്കല പ്രതിമ പൂക്കളാലും ഹിന്ദുമത ചിഹ്നങ്ങളാലും അലങ്കരിച്ച് അവളുടെ കുഴിമാടത്തിൽ സ്ഥാപിച്ചു. ഒരു ഭൗമദിനത്തിലാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മരണശേഷം അവളുടെ കാതിലും കാലിലും അണിഞ്ഞിരുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള നൂലെടുത്ത് പുരോഹിതന്മാർ ഇന്ത്യയിലെ പുണ്യനദിയായ ഗംഗയിൽ ഒഴുക്കി. ഇന്നും ഹിന്ദുമത വിശ്വാസികളുടെയും ടൂറിസ്റ്റുകളുടെയും വലിയ ഒഴുക്കാണ് എമിലിയുടെ കല്ലറയിലേക്ക്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.